രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ദൃഷ്ടികൾ നേരെ പോയത് ആ ദൈവ സൃഷ്ടിയിൽ. അതാരാണ്? അത് മറ്റാരുമല്ല, നമ്മുടെ ഗോപിക്കുട്ടനാണ്. 2 ദിവസമായി നമ്മുടെ വീട്ടിൽ തേങ്ങ ഇട്ടിട്ട്. അപ്പോൾ ആ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അയാൾ. രാവിലെ തന്നെ അയാളുടെ ആയുധമേറി പൂട്ടാൻ പറ്റാത്ത കുടയായിട്ട് വരുന്ന അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ സിനിമാ നടൻ ജാഫർ ഇടുക്കില്ലേ, അയാളുടെ അതേ കട്ടാണ് ഈ മനുഷ്യനും. ആ ഹൈറ്റും വെയ്റ്റും, എന്തിൻ്റെ ഫേസ് കട്ടൊക്കെ. അപ്പം ഞാൻ അധികം അയാൾ സൂം ചെയ്യാൻ പോയില്ല, അല്ലെങ്കിൽ അയാൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു, ഈ പെണ്ണിനത്തെ പ്രാന്താണ് ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാനെന്നൊക്കെ. അപ്പോൾ പിന്നാമ്പുറത്ത് പോയി നോക്കുമ്പോൾ നമ്മുടെ നൂറ ബേബി കൂട്ടിൽ. അതെങ്ങനെ, ഞാൻ കൂട്ടിൽ കൊണ്ടുപോയിട്ടത്, അല്ലാതെ അപ്പോൾ അവൾ കൂടി കയറി ഇരിക്കൊന്നുമില്ല. അപ്പോൾ അവളൊരു ഇൻഡോർ ക്യാറ്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ അങ്ങനെ വിടാറില്ല. എന്തെങ്കിലും അസുഖം വന്നാലോ. 2 പറമ്പതും കൂടി ആയിട്ട് നമ്മുടെ ഗോപിക്കുട്ടനാകെ ഇത്ര തേങ്ങയുള്ളൂ പൊളിക്കാൻ. അപ്പോൾ പെട്ടെന്ന് പൊളിയൊക്കെ തീരും. ആളൊരു എക്സ്പേർട്ട് പൊളിക്കാരനാണ് നമ്മുടെ ഈ പ്രദേശത്തെ. അപ്പോൾ ഇയാളുടെ ഈ തേങ്ങ കിട്ടിയിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ വാങ്ങാൻ. ഇപ്പോൾ 2 ചാക്കുകൾ ഈ തേങ്ങ നമ്മളിനി കൊണ്ടുപോയിട്ട് വിൽക്കും. ആ വിറ്റ പൈസക്ക് നമ്മൾ വെളിച്ചെണ്ണ വാങ്ങും. അപ്പോൾ നമുക്ക് തേങ്ങ ആട്ടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ അവർ നന്നായിട്ട് വെയിറ്റൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നല്ല തുക തന്നാൽ അത് വെച്ചിട്ട് നമ്മൾ നേരെ ഒരു ബർഗർ കഴിക്കാൻ പോയി. ആ പൈസക്കല്ല കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 ദിവസം മുന്നേ എനിക്ക് ഭയങ്കര പണിയായിരുന്നു. ഇവിടെ ഫുള്ള് പുല്ലായിരുന്നു. ആ പുല്ലെല്ലാം ചെത്തിക്കളഞ്ഞ് കോരി എല്ലാം വലിച്ചെറിഞ്ഞ് എന്നിട്ട് അവിടെ ഞാൻ ഫുള്ള് ബുഷ് വെച്ചിട്ടുണ്ട്. ഗൂഗിൾ ചേച്ചി എന്നോട് പറഞ്ഞു, ബുഷ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനാവശ്യമായിട്ട് വളർന്ന ചെടികളൊന്നും വളരൂലാന്ന്. അപ്പോൾ ബുഷ് വെച്ചിട്ട് ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. വീട്ടിൽ തന്നെയുള്ള ബുഷ് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്, വേറെ ബുഷൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാകുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.